ഭക്തിയുടെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും നൃത്തം ചെയ്ത് കൃഷ്ണനും രാധയൊക്കെ അപ്പോൾ ഒന്നിച്ചുള്ള ഈ പ്രാർത്ഥന ദൈവത്തെ ഉണർത്തുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാം വിശദമായി തന്നെ കണ്ടും കാണിച്ചും തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അഷ്ടപരിയാണ്. അപ്പോൾ അഷ്ടപരിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള്. രാവിലെ എണീറ്റ് കുളിച്ച് പുഴയിൽ ഇങ്ങനെ ദീപം തെളിയിക്കുന്ന ഒരു ഇതാണ്. കാർത്തിക മാസം ലാസ്റ്റ് ഡേ ആണ്. ഒരു മാസം വ്രതം എടുത്ത് ഇന്ന് അമ്പലത്തിൽ ലാസ്റ്റ് ഡേ അമ്പലത്തിൽ പോയി നമ്മൾ ദീപം തെളിയിക്കുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് എൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കുകയാണ്. എനിക്ക് തൊണ്ടയൊന്നും വയ്യ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വൈകുന്നേരമാണ്. പിന്നെ മോള് വരുന്നുണ്ട്. ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. മോള് കുറച്ച് കഴിഞ്ഞിട്ട് വരും. പിന്നെ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയായി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു. സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അധികം സംസാരിക്കുന്നുണ്ട്. ഈ മണ്ഡപത്തിലാണ് നമ്മൾ അമ്പലത്തിലിരിക്കുന്ന കൃഷ്ണനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പൂജാരി. അപ്പം ഇവിടെ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് ഇവിടെയാണ് 28 മണിക്കൂർ ഇങ്ങനെ ഇതുപോലെ കീർത്തനം വായിക്കുന്നത്. ഹാർമോണിയൊക്കെ വായിച്ചിട്ട് കീർത്തനം വായന. അപ്പം നമ്മളെ മാളൂട്ടി വന്നിട്ടുണ്ട് അഷ്ടപരിക്ക്. ഒരു ദിവസത്തെ ലീവിന് വന്നിരിക്കുകയാണ്. നിൽക്കാൻ സമയമില്ല. നാളെ വേറൊരു എക്സാം ഉണ്ട്. അതുകൊണ്ട് നാളെ തന്നെ മോള് പോകും രാവിലെ. അപ്പം മാള് വന്നപ്പോൾ ഞാൻ ഓടി വന്നത്. കുറേ ദിവസമായി വന്നിട്ട് മാളു. കഴിഞ്ഞ വർഷം മാളുവിന് അഷ്ടപരിക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഇന്നൊരു ലീവ് ഉണ്ട്. അപ്പോൾ മാള് വന്നപ്പോൾ ഞാൻ ഓടി താഴേക്ക് വന്നേ. കുറേ ദിവസമായി മാള് വന്നിട്ട്. അപ്പോൾ എന്തായാലും അഷ്ടപരിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. അതോടൊപ്പം നമ്മുടെ മാളൂനെയും കാണാം. കാരണം എൻ്റെ പുതിയ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഫാമിലീനെയൊന്നും അത്ര മാളൂനെയൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. പഴയ വീഡിയോസൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മാളൂനെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ മാളു ഇറങ്ങി വരട്ടെ. കാറ് പാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ മാളു. മാളൂറെ ക്യാമറ ഓഫ് ആക്കും അമ്മ. മാളൂർ ക്യാമറ ഓഫ് ചെയ്യുക, നമുക്ക് പോകാം. ഇപ്പോൾ വന്നതിൽ തന്നെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ അവൾക്ക് ക്യാമറ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ മോന് നല്ലൊരു ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് മോന്. ചോക്ലേറ്റ് കൊണ്ടുവന്നപ്പോൾ മാളൂനൊരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും അടിയാണ് രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് വന്ന സന്തോഷത്തിലാണ്. ഇല്ലെങ്കിൽ മോനും എടുത്തിട്ട് അടിക്കും മോളെ. അങ്ങനെയൊക്കെയാണ്. രണ്ടും കൂടി അടിയൊക്കെയാണ് എപ്പോഴും. അതും ഇതും പറഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്ന് കാണുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. കുറച്ച് ദിവസം നിൽക്കുമ്പോൾ പിന്നെ രണ്ടും കൂടി അടിയായിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ പൊളിച്ച് മോന് ഒരു കഷ്ണം മാളൂന് കൊടുക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഓരോ കഷ്ണം. സ്നേഹം അതുപോലെ സ്നേഹമുണ്ട്, അതുപോലെ വഴക്കുമുണ്ട് കേട്ടോ. അപ്പം മാളു എനിക്കൊരു കഷ്ണം തന്നപ്പോൾ ഞാൻ വേഗം ക്യാമറ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാ കണ്ടില്ലേ ഇവിടുത്തെ പൂരം കണ്ടോ? സ്ത്രീകളൊക്കെ, പെണ്ണുങ്ങൾ, പ്രായമായ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കീർത്തനം വായിക്കാൻ. അഷ്ടപ്രഹരി എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാമത്തിലെ കൃഷ്ണൻ്റെ ദേവനെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പൂജയും കീർത്തനം വായിക്കലൊക്കെയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും വരും, നമസ്കരിക്കാൻ വരും. വൈകിട്ട് ഒരു വലിയൊരു പൂജയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവരിങ്ങനെ ചുമ്മാ കീർത്തനം വായിക്കലല്ല കേട്ടോ. ഇവർ നൃത്തം ചെയ്ത് ഇങ്ങനെ രാധയും കൃഷ്ണനുമായി ഇങ്ങനെ ആടി പാടിയിട്ടൊക്കെയാണ് കീർത്തനം വായിക്കൽ. അപ്പം അതുകൂടി ഞാൻ കാണിച്ചു തരാം. അവരെല്ലാം മറന്നിങ്ങനെ കൃഷ്ണനെ ലയിക്കുകയാണ് സുഹൃത്തുക്കളെ. അവരിങ്ങനെ ഹരേനാമ കീർത്തനം 28 മണിക്കൂർ ഇങ്ങനെ നിർത്താതെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ നിർത്താതെ കീർത്തനം വായിച്ച് അവരിങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കുകയാണ്. കണ്ടോ? അവർ ഇങ്ങനെ ആടി 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 രാധയും കൃഷ്ണനും പോലെ. ഇത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ രാധയും കൃഷ്ണനും പോലെ നോക്കിവിടെ കളിക്കുന്നുണ്ടോ? ഒരാൾ കൃഷ്ണനെ പോലെ നോക്കും. എന്താലേ ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം
കയറിയൊരു ഭക്തിയാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കീർത്തനം വായിക്കലില്ലേ 28 മണിക്കൂർ നിർത്താതെ വായിക്കും. അപ്പോൾ ഈ 2 മണിക്കൂറാകുമ്പോൾ ഓരോ ഗ്യാങ് വേറെ വേറെ വരും. ഈ സ്ത്രീകൾ കീർത്തനം വായിക്കുന്നത് 2 മണിക്കൂർ മുമ്പ് അവർ ചേഞ്ച് ആവും, പിന്നെ വേറെ ടീം വരും. അങ്ങനെ 28 മണിക്കൂർ നിർത്താതെ ഹരേ കൃഷ്ണ നാമം ചൊല്ലി ഭഗവാനെ ഉണർത്തുകയാണ്. ഇതൊരു ഗ്രാമത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഓരോ ഗ്രാമത്തിലും ഇതുപോലെ എല്ലാ വർഷവും ഇങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ്. ഓരോ വീട്ടിൽ നിന്നും 1000 രൂപയും 2000 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാണ് എല്ലാവർക്കും ഉള്ള 2 ദിവസത്തെ ഫുഡ് ഇവിടെ ഫ്രീ ആണ്. പിന്നെ ഈ സ്റ്റേജൊക്കെ കെട്ടുമ്പോൾ അതിനൊക്കെ വാടക കൊടുക്കണമല്ലോ. അത് ഇപ്പോൾ വൈകുന്നേരമാണ് ഇതിൻ്റെ മെയിൻ പൂരം എന്ന് പറയാൻ. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ഈ സന്ധ്യ നിലവിളക്ക് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ. ഈ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഇരുന്നിട്ട് ഒരു ബുക്കുണ്ട്, ഈ ഭഗവത്ഗീത പോലത്തെ ഒരു ഗീതം ഫുൾ അവർ ആ പുസ്തകം തീരുന്നവരെ വായിക്കണം. അപ്പോൾ ഒന്നിച്ചുള്ള ഈ പ്രാർത്ഥന ദൈവത്തെ ഉണർത്തുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഏടത്തിയമ്മ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ ഫങ്ഷനിലൊക്കെ വന്നിട്ടില്ലേ, അപ്പോൾ ഈ ഏടത്തിയും മോനും കൂടി വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ ഈ അഷ്ടപരിക്ക് വിളിക്കുന്നു. അവരുടെ അവിടെ അഷ്ടപരി കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഏടത്തി എപ്പോഴും വരും. ഇവിടെ കണ്ടോ. അപ്പോൾ അവിടെ ദീപം തെളിയിച്ച് ഇങ്ങനെ പ്രാർത്ഥന. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നെക്സ്റ്റ് ഇയർ ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഈ വർഷം ഞങ്ങൾക്ക് പോകാൻ പാടില്ല, അങ്ങോട്ടേക്ക് കൃഷ്ണനെ വെച്ചിരിക്കുന്നിടത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും കൂടി പുസ്തകം വായിക്കുകയാണ്, മുന്നിൽ ദീപം തെളിയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇങ്ങനെ വലയം വെക്കും. കണ്ടോ, ഇങ്ങനെ ഇത് ആരതി ഒഴിയുന്ന കണ്ടോ, ഇതിങ്ങനെ ചുറ്റൂടിങ്ങനെ ഒഴിഞ്ഞ് എല്ലാവരും കീർത്തനം വായിച്ചുകൊണ്ട് ഒരു 2 ഇതൊക്കെയാണ് വിശ്വാസം. എന്ത് വിശ്വാസമല്ലേ ഇവർക്ക്. ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ അഷ്ടപരിക്ക് പ്രായമുള്ള സ്ത്രീകളൊക്കെയാണ് അധികം വരുന്നത്. പിന്നെ അല്ലാത്തവരും വരും. അന്നത്തെ ദിവസം അവരുടെ ഗ്രാമദേവതേനെ കാണാൻ, അവരുടെ കൃഷ്ണനെയൊക്കെ കാണാൻ വേണ്ടി അവിടെ ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഇതുപോലെ അഷ്ടപ്രഹരി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് എല്ലാം കാണാം, വീട്ടിലിരുന്ന് തന്നെ എല്ലാം കാണാം. അപ്പം ഞാനും അതെല്ലാം കാഴ്ചകളും നമ്മൾ കണ്ടോ. ഇതൊരു പൂജാരിയാണ്. ആ പൂജാരീനെ പൈസ കൊടുത്തിട്ട് അവരെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും വരുന്നൊരു ബ്രാഹ്മണനാണ്. അപ്പോൾ കാശ് ചിലവൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് ചെക്കന്മാരൊക്കെ കണ്ടില്ലേ, ഒരു ബനിയൻ, അത് അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ബനിയനാണ്. അവർ ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പേര് കൊടുക്കുമ്പോൾ അവരുടെ പേരെഴുതിയ ഒരു ബനിയൻ. ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് ടീമിന് ബ്ലൂവും വൈറ്റും ഇല്ലേ, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ബ്ലൂവും വൈറ്റും ബനിയനൊക്കെ ആക്കി. വിരാട് കോഹ്ലീൻ്റെ നമ്പറൊക്കെ ബാക്കിലടിച്ചിട്ടുണ്ടാവും, അവരുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ടാകും. അതൊക്കെ അവരൊരു രസം, അവർക്കൊരു സന്തോഷം. മോനും ചെയ്തിട്ടുണ്ട്. എത്ര 300 രൂപ മറ്റിയാണ് അവിടെ കൊടുക്കേണ്ടത് ഓരോ ബനിയന്. അപ്പോൾ ആൺകുട്ടികളുടെ മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ ആ ടീമിലുള്ള അംഗങ്ങൾ അവിടെ സഹായിക്കാനൊക്കെ അമ്പലത്തിലെ കാര്യങ്ങൾക്കെല്ലാം അവരവിടെ നിൽക്കും. അപ്പോൾ അവർക്കൊരു യൂണിഫോം പോലെ അതൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കവറിൽ എന്താണെന്നറിയോ, അരിയും പൂവുമാണ് അവരുടെ തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അവരിങ്ങനെ കീർത്തനം വായിക്കുകയാണല്ലോ അവിടെ. കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ചുറ്റൂടും ഇരുന്നിട്ട് ഒച്ചത്തിൽ പാട്ട് പാടുകയാണ്, ആ ഭഗവത്ഗീത വായിക്കുകയാണ്. ദൈവത്തെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഉണർത്തുകയാണ്. കൃഷ്ണനെയൊക്കെ ഇങ്ങനെ നാമം നമ്മൾ കേട്ടിട്ടില്ലേ, കീർത്തനം വായിക്കൽ, ഇങ്ങനെ ഹരനാമ കീർത്തനമൊക്കെ നിർത്താതെ എത്രയോ മണിക്കൂർ ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ വന്നിരിക്കുന്ന പോലെയൊക്കെയാണ്. അത് ഭക്തിയുടെ ഒരു ഇതാണ്. അതൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് എന്തുമാത്രം ഭക്തിയാണ് അവരുടെ മനസ്സിലൊക്കെ എന്ന്. എല്ലാ ജോലികളും വിട്ട് അവരിതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു. ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ വൃത്തിയാക്കലും പിന്നെ ഈ പന്തൽ കെട്ടാനും എല്ലാത്തിനും അവർ കൂടെ നിന്ന് ഇത് ചെയ്യാണ്.
അവരുടെ ഒരു ഉത്സവമാണ് അഷ്ടപരി എന്ന് പറഞ്ഞാൽ. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് കേട്ടോ, എല്ലാ ഗ്രാമങ്ങളിലും. ഇവിടെ കണ്ടോ, അവരത് കൂടെ നിന്ന് അവർ ചൊല്ലുകയാണ്. പെൺകുട്ടികളെല്ലാം കണ്ടോ താഴെ ഇരുന്ന് പുസ്തകം വായിക്കുന്നത്. അവരുടെ മുൻപിൽ ഓരോ ദീപവും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റൂടും കൃഷ്ണൻ്റെ ആ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് കൃഷ്ണൻ്റെ ചുറ്റൂടും ഇങ്ങനെ കീർത്തനം വായിക്കുകയും പുസ്തകം വായിക്കലും ഒക്കെയാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം, കുറച്ചൊന്നുമല്ല, മണിക്കൂറുകളോളം ഇങ്ങനെ ചുറ്റൂടും പ്രാർത്ഥനയും അവരുടെ കീർത്തനം വായിക്കലാണ്. അതിനിടയിൽ ഇവിടെ ഒരു അമ്മൂമ്മ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ, ഒരു മുത്തശ്ശി. ആരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. അഷ്ടപ്രഹരി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർക്ക് അതൊരു ഉത്സവം പോലെയാണ്. നമ്മളവിടെയൊക്കെ ഉത്സവമൊക്കെ ഇല്ല, അതുപോലെയാണ് അവർക്ക് ഇവിടെ. ഉത്സവം വേറെ തന്നെയുണ്ട്, പക്ഷെ ഇത് അവരുടെ ഗ്രാമത്തിലെ ആൾക്കാർ മാത്രം ചേർന്ന് ഒരു 200 ഫാമിലി ഒക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരുടെ ഒരു സന്തോഷമാണ് ഈ കീർത്തനം വായിക്കലും കൃഷ്ണനെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്നും. പൂരം ഇതൊന്നുമല്ല, നാളെയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം. നാളെ അവർ ഗ്രാമം ഫുള്ളിങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളറെറിയലും. അപ്പം നാളെ അടിപൊളി സംഭവമാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കാണണം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നോക്കിയിട്ട് മുകളിലേക്ക് പോയി ഇടത്തേക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് വീട്ടിലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഇവരുടെ പ്രാർത്ഥന കഴിയാൻ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഇവരിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ പുസ്തകം വായന കഴിഞ്ഞിട്ട് അവരെ പ്രസാദവും വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് പെൺകുട്ടികളൊക്കെ. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി കാണിക്കാം ഇന്നത്തേൽ. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നാളെയും പരിപാടിയാണ്. നാളത്തെ പരിപാടിയാണ് അടിപൊളി പരിപാടികൾ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എനിക്കുള്ള പ്രസാദം ഈ ഇടത്തിൽ പോയി വാങ്ങിയിട്ട് വന്നു. കണ്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കൃഷ്ണൻ്റെ ഒരു കുറേ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട്, ഇത് തുളസിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം, അതും ഭയങ്കര ഒരു അമൃത് പോലെയാണ് ആ വെള്ളം. പിന്നെ ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അവല് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൃഷ്ണന് മാത്രം വെച്ചിട്ടുള്ളൊരു പ്രസാദമാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഭാരതി എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഇവരുണ്ട്. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് അഷ്ടപരിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ എന്നെ നോക്കി ഒരു ടാറ്റയൊക്കെ കാണിക്കുന്നതാണ് ആരതി. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് ആരതി. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ കാണിക്കാം. മോളൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.